മാധ്യമപ്രവർത്തകൻ ആർ റോഷിപാൽ എഴുതിയ അവൾക്കൊപ്പം ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണ യാത്ര എന്ന പുസ്തകത്തെ ആസ്പദമാക്കി എം ദാസൻ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക സംവാദം സംഘടിപ്പിച്ചു. വടകര കേളുവട്ടൻ മന്ദിരത്തിൽ നടന്ന പരിപാടി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. പീഡനത്തിനിരയാകുന്ന ഒരു പെൺകുട്ടി നടു റോട്ടിൽ വെച്ച് അപമാനിക്കപ്പെടുമ്പോൾ അവളെ കൂടുതൽ തേജോവധം ചെയ്തുകൊണ്ട് അവളുടെ ആത്മവിശ്വാസം പോലും എടുത്തിക്കളയാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിൽ അവൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാൻ, അവൾക്ക് അതിജീവിക്കാനുള്ള ത്രാണി എന്തില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ, അവളോടൊപ്പം നിൽക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് വളരെയേറെ പങ്കുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ത്രീപക്ഷ മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കേരള വനിതാ കമ്മീഷൻ തന്നെ മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റിന് ഒരു മാർഗരേഖ ഇതിനകം നൽകിയിട്ടുണ്ട്. ആ മാർഗരേഖ പ്രാവർത്തികമാക്കപ്പെടണം. അവൾക്കൊപ്പമുണ്ട് എന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകർ സധൈര്യം പറയാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ സമൂഹമാകെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമായിട്ട് പീഡനത്തിനിരയാകുന്ന ഓരോ പെൺകുട്ടിക്കും ഈ മണ്ണിൽ സധൈര്യം മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ ചർച്ചകൾ അതിന് തുടക്കം കുറിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ പുസ്തകം എഴുതി തയ്യാറാക്കാൻ സ്വജീവൻ പോലും ഭീഷണി നേരിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തയ്യാറായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട റോഷിപാലിനെ ഹൃദയംഗമമായിട്ടുള്ള രൂപത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വടകരയിൽ ഈ പരിപാടി നടത്തുന്നത് റോഷി തന്നെ പറഞ്ഞപ്പോഴാണ് ആ പുസ്തകം റോഷി തന്നെ എനിക്ക് കൊണ്ടുവന്നു തന്നു. ഈ പുസ്തകം ഞാൻ വരികൾക്കിടയിലൂടെ തന്നെ വായിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനിയും ഹൈക്കോടതി മുമ്പാകെ ചർച്ച ചെയ്യപ്പെടാൻ, വിശകലനം ചെയ്യപ്പെടാൻ ഇടയാവുന്ന ഒട്ടേറെ വസ്തുതകൾ കോടതിക്ക് മുമ്പാകെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപ ചിത്രാലയം പുസ്തകം അവതരിപ്പിച്ചു. ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനുമായ ആർ റോഷിപാൽ മറുമൊഴി നടത്തി. നിരവധി പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ നീതി കിട്ടണമെങ്കിൽ ഈ കേസ് അതിജീവിതത്തിന് നീതി ലഭ്യമാകും. മാത്രവുമല്ല അവരുടെയൊക്കെ പോരാട്ടത്തിന് അത് ഊർജം പകരുകയും ചെയ്യും. അങ്ങനെ വിശ്വസിച്ചാണ് 2023 ഡിസംബർ മാസം 4 എന്റെ അരികിലേക്ക് എത്തുമ്പോൾ സംസാരിക്കുകയും അതിനെ കോടതിയിൽ സംരക്ഷണം ചെയ്തു. സാധാരണ മാധ്യമ പ്രവർത്തനം ഇത്തരം വാർത്തകൾ കൊണ്ടുവന്ന അവിടെ അവസാനിക്കില്ല. പക്ഷെ 1-2 വാർത്തകൾ അവസാനം. പക്ഷെ ഇതങ്ങനെയായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ വാർത്ത വളർന്നത്. പക്ഷെ അത് ഇപ്പോഴും അതിന്റെ ആ വാർത്തയുടെ ഭാഗങ്ങൾ ഏത് സമയത്ത് പുറത്തു വരാൻ പക്ഷെ ഇനിയും കേരളം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ടി രാജന റോഷിപാൽ പുസ്തകം കൈമാറി. യൂനുസ് വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. വി ടി സദാനന്ദൻ സ്വാഗതവും MC സജീവൻ നന്ദിയും പറഞ്ഞു.